ഈ കായ്ക്കാത്ത വെള്ളരിയെല്ലാം ഞാൻ വലിച്ചു മുറിച്ച് കളഞ്ഞു. രാവിലെ 10 മണിക്ക് തുടങ്ങിയ പണിയാണ്. ഏതാണ്ട് 1 മണിക്കൂർ വേണ്ടി വന്നു ഇതേപോലെ ക്ലിയറാക്കി എടുക്കാൻ. അതിൻ്റെ 4 ഭാഗത്തു നിന്നും ഞാൻ മണ്ണ് വെട്ടി മാറ്റി. ഏതാണ്ട് 5 അടി വീതിയും നീളത്തിലുള്ള ഒരു കുഴി എടുക്കണം. 1.5 അടി താഴ്ചയുള്ളൊരു കുഴി എടുക്കണമായിരുന്നു. ആദ്യമായാണ് ഇത്രയധികം വലിപ്പമുള്ള ഒരു കുഴി ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ അത് നിസ്സാരമായിരിക്കും. വശങ്ങളിൽ നിന്നും ആദ്യം മണ്ണ് നീക്കിയ ശേഷം നടുക്ക് നിന്നും അവസാനം മാറ്റി. ഉച്ചഭക്ഷണം പോലും വേണ്ടാന്ന് വെച്ച് കുഴി ഉണ്ടാക്കി. ഏതാണ്ട് 2 മണിയായപ്പോൾ പണി തീർന്നു. വേപ്പും പുണ്ണാക്കും എല്ലുപൊടിയും എല്ലാം കൂടി ചേർത്ത ഒരു മിശ്രിതമാണ് ഈ അറ്റത്തിരിക്കുന്നത്. ഇത് മണൽ, കുറേ കരിയില, കുറച്ച് ചാണകപ്പൊടി, കുറച്ച് ചാരം, ഇവയെല്ലാം കൂടെ ഞാൻ ഇടകലർത്തി ഇതിൽ ഇടാൻ പോവുകയാണ്. ഇതാണ് ഞാൻ നടാൻ പോകുന്ന മുന്തിരിച്ചെടികൾ. 6 എണ്ണമുണ്ട്. കൃഷി വകുപ്പിൽ നിന്ന് വാങ്ങിയതാണ്. മണ്ണും വളവും ഇടകലർത്തി ലെയറായിട്ടാണ് ഇട്ടേക്കുന്നത്. ഇതിൽ 6 ചെറിയ കുഴികൾ എടുത്ത് അതിലാണ് ഞാൻ മുന്തിരിത്തൈകൾ നടാൻ പോകുന്നത്. ചെടിച്ചട്ടിയിലുള്ള മണ്ണ് അതിന് ചുറ്റുമിട്ടു. ഇപ്പോൾ നേരെ സന്ധ്യയാവുന്നു. ഇരുട്ട് വീണ് തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ഇത് അവസാനം ഉള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇതിന് ചുറ്റും എനിക്ക് ഇഷ്ടികയൊക്കെ വെച്ച് ഒരു ബോർഡർ ഉണ്ടാക്കണം. അപ്പോൾ ഇന്നലെ നമ്മൾ കൊത്തിയുണ്ടാക്കിയ സ്ഥലമില്ലേ, അതിനിപ്പോൾ എന്തൊക്കെ മാറ്റം വന്നു നമുക്കൊന്ന് കണ്ടാലോ. ചുറ്റിനും കല്ലുകളൊക്കെ കൊണ്ടുവച്ച ശേഷം അതെല്ലാം മണ്ണെല്ലാം നിരപ്പാക്കി മേൽമണ്ണും ഇട്ട് മൂടി. പിന്നീട് ഈ റാഡിഷിൻ്റെ ഗ്രോ ബാഗുകൾ അവിടെ വെച്ചു. ചുറ്റിനൊരു നടപ്പാതയും ഉണ്ടാക്കി.